നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ചൂരൽമലയിലാണ്. ചൂരൽമല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, ഏകദേശം 7 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ചുപോയ പ്രകൃതി മനോഹരമായൊരു സ്ഥലമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരുപാട് പേരുടെ കച്ചവട സ്ഥാപനങ്ങളും കൃഷിസ്ഥലങ്ങളും വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 7 മാസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ വയനാട് വന്നപ്പോൾ ഇവിടെ വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ചൂരൽമല അങ്ങാടി. ചൂരൽമല അങ്ങാടി എന്ന് പറയുമ്പോൾ ആകെ കടമുറികളും കെട്ടിടങ്ങളെല്ലാം നശിച്ച് ഇപ്പോൾ ശരിക്കും വിജനമായൊരു സ്ഥലമായിട്ട് ആണ് ഇപ്പോൾ ചൂരൽമല അങ്ങാടിയുള്ളത്. കുറച്ച് ആളുകൾ മാത്രം കച്ചവട സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ അതൊന്നൊരു വലിയ കച്ചവടങ്ങളൊന്നുമല്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില ചായക്കടകൾ, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അന്ന് രാത്രി സംഭവിച്ച ഉരുൾപൊട്ടലിൽ നശിച്ചു പോയ ഭാഗങ്ങൾ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷയും അതുപോലെ സ്വപ്നങ്ങളും ആണ് ഒരു രാത്രി കൊണ്ട് മണ്ണടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഈ ആൽമരത്തിന് താഴെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ ഈ കാണുന്ന വീടുകളിൽ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാം ഒരു രാത്രി കൊണ്ടെല്ലാം നശിച്ചു. ഈ കാണുന്ന സ്ഥലം അന്ന് നമ്മളെല്ലാവരും TV-യിലൊക്കെ കണ്ടതാണ്. എത്ര ഭയാനകമായിരുന്നു ആ രംഗം. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ബെയിലി പാലം. നമ്മുടെ ജവാന്മാർ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിർമ്മിച്ച, ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ച ബെയിലി പാലം. ശരിക്കും ആളൊഴിഞ്ഞൊരു അങ്ങാടിയാണ് ചൂരൽമല. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭയാനകമായിരുന്നു അന്ന് രാത്രി സംഭവിച്ചതെന്ന്. ചൂരൽമലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വരെ വരാനേ പറ്റുകയുള്ളൂ. കാരണം അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ വരുമ്പോൾ നമ്മളെ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ചൂരൽമല ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ ആളൊഴിഞ്ഞ് ആരവമൊഴിഞ്ഞ് നിൽക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഏകദേശം 400-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. അതിൽ കൂടുതൽ ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് നിന്നും പലായനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കാണുമ്പോൾ പ്രകൃതി രമണീയമായൊരു സ്ഥലം ഒരു രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.